അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് വിക്ഷേപിച്ചിരിക്കുകയാണ് സ്പേസ് എക്സ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ലക്ഷ്യമാക്കിയാണ് ഈ റോക്കറ്റ് കുതിച്ചുയരുന്നത്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് എന്ന ഖ്യാതി നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ വംശജയായ സുനി വില്യംസും ബുച്ച് വിൽമോറുമാണ് ഈ ബഹിരാകാശ പേടകത്തിലെ സഞ്ചാരികൾ. ചരിത്രത്തിൽ ഇതാദ്യമായാണ് ബോയിങ്ങിന്റെ ഒരു റോക്കറ്റ് സഞ്ചാരികളുമായി ഉയർന്നു പോകുന്നത്. അമേരിക്കയും നാസയും ഒപ്പം ബോയിങ്ങും ഒരുപോലെ പ്രതീക്ഷയിലാണ് ഈ റോക്കറ്റ് വിക്ഷേപണത്തിൽ. ഒരു പതിറ്റാണ്ട് പിന്നിട്ട നാഴികക്കല്ലായി മാറിയ ഈ ചരിത്ര മുഹൂർത്തത്തിൽ ബുധനാഴ്ച അതിന്റെ ആദ്യ ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് ആരംഭിച്ച ശേഷം ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ദൗത്യത്തിനുള്ള ആകർഷണമായിരുന്നു മൂന്നാമത്തെ ശ്രമം. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ ബഹിരാകാശ സേനാ നിലയത്തിൽ നിന്നും രാവിലെ 10:52 അറ്റ്ലസ് വി റോക്കറ്റിന് മുകളിൽ മനുഷ്യരുമായി പുതിയ ബഹിരാകാശ പേടകത്തിന്റെ ഏറെ പ്രതീക്ഷയോടെയുള്ള യാത്ര ആരംഭിച്ചു. നാസയിലെ മുതിർന്ന ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോറും സുനി വില്യംസും സ്റ്റാർലൈനർ ക്യാപ്സൂളിൽ കയറി അവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. US ബഹിരാകാശ സേനയുടെ 45ാമത് കാലാവസ്ഥാ സ്ക്വാഡ്രൺ അനുസരിച്ച് ബുധനാഴ്ച രാവിലെ വിക്ഷേപണത്തിന് കാലാവസ്ഥാ സാഹചര്യങ്ങൾ 90% അനുകൂലമായിരുന്നു. ഒരേ ഒരു ആശങ്ക ക്യുമുലസ് മേഘങ്ങൾ മാത്രമായിരുന്നു. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂളിന് എതിരാളിയായി ഒരു ബഹിരാകാശ പേടകം വികസിപ്പിക്കാനും നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന് കീഴിൽ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഓപ്ഷനുകൾ വിപുലീകരിക്കാനുമുള്ള ബോയിങ്ങിന്റെ ശ്രമങ്ങളുടെ പരിസമാപ്തിയാണ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ദൗത്യം. ഫെഡറൽ ഏജൻസിയുടെ സംരംഭം സ്വകാര്യ വ്യവസായ പങ്കാളികളുമായി സഹകരണം വളർത്തിയെടുക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യാൻ 24 മണിക്കൂറാണ് ചിലവഴിക്കേണ്ടി വരിക. ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരെ സ്വീകരിക്കാൻ ഇപ്പോൾ ആ നിലയത്തിലുള്ള ബഹിരാകാശ സഞ്ചാരികൾ ഉണ്ടാകും. നിലവിൽ 7 ബഹിരാകാശ സഞ്ചാരികളാണ് അവിടെയുള്ളത്. 4 പേർ അമേരിക്കയിൽ നിന്നുള്ളവരും ബാക്കി 3 പേർ റഷ്യയിൽ നിന്നുള്ളവരുമാണ്. ഏകദേശം 8 ദിവസത്തോളം ഈ ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ച് പലതരം ഗവേഷണങ്ങൾക്ക് ശേഷമായിരിക്കും തിരികെ ഭൂമിയിലേക്ക് എത്തുക. സൗത്ത് വെസ്റ്റിലുള്ള ഒരു മരുഭൂമിയിലായിരിക്കും പാരച്യൂട്ടിന്റെ സഹായത്തോടെ തിരികെ ഈ ഭൂമിയിലേക്ക് സുനി വില്യംസും ബുച്ച് വിൽമോറും എത്തുക. യാത്രയുടെ തുടക്കത്തിൽ ചില സാങ്കേതിക തകരാറുകൾ അവർ നേരിട്ടിരുന്നു. പേടകത്തിന്റെ 2 വാൽവുകളിൽ നിന്നും ഹീലിയം ലീക്ക് ചെയ്തിരുന്നു. എന്നാൽ സുനിയും ബുച്ച് വിൽമോറും അതെല്ലാം പരിഹരിച്ചാണ് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോറും സുനി വില്യംസും ഏപ്രിൽ അവസാനം മുതൽ തങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ക്വാറന്റൈനിലായിരുന്നു. കൂടാതെ ബഹിരാകാശ പേടകത്തിന്റെ ത്രസർ പ്രകടനം, ക്യാപ്സൂളിനുള്ള അവരുടെ സ്പേസ് സ്യൂട്ടുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ബഹിരാകാശ പേടകത്തിന്റെ ഔട്ട് പൈലറ്റിനെ മറികടക്കാൻ ജീവനക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാനുവൽ പൈലറ്റിംഗ് എന്നിവയാണ് സ്റ്റാർലൈനിന്റെ കഴിവുകൾ. ഭൂമിയിലെത്താനുള്ള സമയമാകുമ്പോൾ ബഹിരാകാശ യാത്രികർ അതേ സ്റ്റാർലൈൻ ക്യാപ്സ്യൂളും പാരച്യൂട്ടും ഉപയോഗിച്ച് തെക്ക് പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളമുള്ള നിരവധി നിയുക്ത സ്ഥലങ്ങളിലൊന്നിൽ ലാൻഡിംഗിലേക്ക് മടങ്ങും. ബഹിരാകാശ യാത്രികരായ വില്യംസും വിൽമോറും സ്റ്റേഷനിൽ അല്പം കൂടി താമസിച്ചേക്കാമെന്ന് നാസ അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. അതിന് സാധ്യമായ ആദ്യ ലാൻഡിംഗ് തീയതി ജൂൺ 14 എന്തായാലും ലോകം കാത്തിരിക്കുകയാണ് ആ ചരിത്ര മുഹൂർത്തത്തിനായി.